ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അവർക്കൊരു പക്ഷേ നേരിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലായിരിക്കില്ല നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം, അല്ലെങ്കിൽ മിണ്ടിയിട്ട് കുറച്ചധികമായിട്ടുണ്ടാവാം. അപ്പോൾ എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു ക്വിക്ക് റീഡിങ്ങും കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മളിത് ലവേഴ്സ് ഒറാക്കിളും അതുപോലെ തന്നെ ടാരോയും വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതായിരിക്കും. ഇനി ഇവിടെ വരുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടേതായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിൽ ഇവരുടെ ആ ഒരു മേജർ തോട്ട്സ് ആയിട്ട് വന്നിരിക്കുന്ന 3 കാർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് മൈ ബിലവഡ് എന്നുള്ള ഒരു കാർഡാണ്. അതായത് ദോ വി മേ ബി ഫിസിക്കലി അപ്പാർട്ട്, സ്പിരിച്വലി വി ആർ ഓൾവേസ് യുണൈറ്റഡ്. ഫോർ ലവ് ട്രാൻസെൻസ് സ്പേസ് ആൻഡ് ടൈം, നത്തിങ് ഈസ് മിസ്സിങ്. അതായത് ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഫിസിക്കലി ദൂരെയാണെന്നുണ്ടെങ്കിലും, അതായത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ല എങ്കിൽ പോലും സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആണ് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ടെലിപ്പതിക്കലി കണക്റ്റഡ് ആവാൻ കഴിയുന്നുണ്ടാവാം, അല്ലെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വളരെ മോശമായിട്ടുള്ള ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഒരാൾ കടന്നു പോകുന്നതെങ്കിൽ മറ്റൊരാൾക്ക് അത് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ പറയാണ്, നമ്മളിപ്പോൾ ശാരീരികമായിട്ട് അകന്നാണെങ്കിൽ പോലും നമ്മൾ സ്പിരിച്വലി നമുക്ക് യുണൈറ്റ് ആവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ അകന്നു പോയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്തിന് നിങ്ങളുടെ ആ ഒരു പ്രണയത്തെ നശിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയും കണ്ണകന്നാൽ മനസ്സകന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു കാലതാമസം അല്ലെങ്കിൽ ഇത്രയും സമയമെടുത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്തതൊന്നും നിങ്ങളുടെ പ്രണയത്തെ ബാധിച്ചിട്ടില്ല. ഈ ഒരു വ്യക്തിയെ അത് ബാധിച്ചിട്ടില്ല. അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ തന്നെ ഉണ്ട്. നത്തിങ് ഈസ് മിസ്സിങ്. ഒന്നും അവർക്ക് മിസ്സായിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു അകൽച്ച കൊണ്ട് അവർ നിങ്ങളെ മറന്നു പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവരിവിടെ പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് റിഫ്ലക്ഷനാണ്. Give each other some space at the moment. Trust and have faith that all will work out for the best. അപ്പോൾ അതായത് ആ ഒരു റിഫ്ലക്ഷൻ, പ്രതിബിംബം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ 2 പേർക്കും കുറച്ച് സമയം ആവശ്യമാണ്. സമയത്തിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് 2 പേർക്കും ഈ ഒരു സമയമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയുടെ ചിന്ത. അതേപോലെ തന്നെ ആ ഒരു ട്രസ്റ്റ്, ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി പോവില്ല. എന്ത് സംഭവിച്ചാലും, എത്ര സെപ്പറേഷൻ വന്നാലും, അല്ലെങ്കിൽ എത്ര തേർഡ് പാർട്ടി വന്നാലും ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി പോവില്ല എന്നുള്ള ഒരു വിശ്വാസം അത് നിങ്ങൾക്ക് വേണം. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതും കൂടിയാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ പറയുന്നത്. അതായത് ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ് ആക്കിയേക്കാം. ഇത് മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ ഇതിന് ഇനിയൊരു ഭാവി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു വിശ്വാസക്കുറവ് നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇതിനു വേണ്ടി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ചുറ്റും ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊന്നും കാര്യമാക്കാതെ വിശ്വാസത്തോടെ കാത്തിരിക്കണം എന്നാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ പറയുന്നത്. ആ ഒരു ട്രസ്റ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. 3ാമത് വന്നിരിക്കുന്ന കാർഡും ഏകദേശം ഇതേ മീനിങ് തന്നെ വരുന്നൊരു കാർഡാണ്. അതായത് വെയിറ്റ് ആണ് ആ കാർഡ്. ഡോണ്ട് റഷ് ഇൻ ടു ഇറ്റ്, അലൗ നേച്ചർ ടു ടേക്ക് ഇറ്റ്സ് കോഴ്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ്, ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഇപ്പോൾ എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു സമയമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ളൊരു സമയം വരും. അപ്പോൾ നമുക്കിത് ചെയ്യാം, അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു സമയം നമുക്ക് പ്രകൃതി ഒരുക്കി തരും എന്നാണ് ഈ ഒരു പേഴ്സൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്കിനി സ്പ്രെഡ്സ് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ. അതേപോലെ 10 ഓഫ് വൺസ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ആ ഒരു സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്ത് കളയാൻ, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ആ ഒരു 10 ഓഫ് വൺസും. അതായത് അവർക്കിപ്പോൾ ഉള്ള അവർ ഏത് സിറ്റുവേഷനിലാണോ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് അത് ഉപേക്ഷിച്ച് കളയണം. അതവർക്ക് മടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ
ആ ഒരു സിറ്റുവേഷനിലൂടെ ഇനി തുടർന്ന് പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇവർ ഇതിൽ നിന്ന് മൂവ് ഓൺ മനസ്സുകൊണ്ട് ചെയ്ത് കാണും. അപ്പോൾ ഫിസിക്കലി കൂടി ആ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, സിറ്റുവേഷൻ ആയിക്കോട്ടെ, അതിൽ നിന്ന് അവർക്ക് ഇറങ്ങി വരണം എന്നുള്ളതാണ്. അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് ഇവിടെ ഈ ഒരു പേഴ്സൺ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കാരണം ഇവരിപ്പോൾ ഉള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ അതവർക്ക് മടുത്തു, അതിൽ ഇനി അവർക്ക് തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ഇവിടെ നിങ്ങളുടെ അടുത്തെത്തുമ്പോൾ നിങ്ങളവരെ ഉപേക്ഷിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുമോ, നിങ്ങളവരെ സ്വീകരിക്കാതിരിക്കുമോ എന്നൊക്കെയുള്ളൊരു ഭയം ഈ ഒരു പേഴ്സൺ ഉണ്ട്. അതായത് അവർക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ കൂടി അവരത് തിരുത്തി നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങളവരെ ഉപേക്ഷിച്ച് കളയരുത് എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മറ്റാരുടെയും സ്വന്തമാകരുതെന്നാണ് ഈ ഒരു പേഴ്സൻ്റെ പ്രാർത്ഥന. ഇനി അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു 4 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു റീയൂണിയനെയാണ് അത് സിംബലൈസ് ചെയ്യുന്നത്. ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ കാത്തിരിക്കുകയാണ്. ആ ഒരു സെലിബ്രേഷൻ, നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ആ ഒരു ആഘോഷം അവരത് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ സ്പ്രെഡ് വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പാസ്റ്റ് റിവീൽ ആവാറുണ്ട്, പക്ഷേ എല്ലാ സ്പ്രെഡിനകത്തും അത് കിട്ടാറില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പാസ്റ്റിനെ കുറിച്ച് അത്ര വലിയൊരു ധാരണയില്ല. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എങ്ങനെയാണ് തെറ്റിപ്പിരിഞ്ഞതെന്നുള്ള കാര്യമൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇവർക്ക് പറയാനുള്ള ഇവരുടെ ഫീലിങ്സാണ്, അല്ലെങ്കിൽ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവരാണ് ആ ഒരു സെപ്പറേഷന് കാരണക്കാരായിട്ട് വന്നതെങ്കിൽ കൂടിയും ഇവർ ആ ഒരു തെറ്റ് തിരുത്തി നിങ്ങളിലേക്ക് വരാൻ, അല്ലെങ്കിൽ ആ ഒരു പഴയ കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മറ്റൊരാളുടേതായി തീരുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ഇവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് പറഞ്ഞിട്ട് ഇവരെ ഉപേക്ഷിച്ച് കളയുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ട്. നിങ്ങളെ വിട്ട് കൊടുക്കാനായിട്ട് തയ്യാറല്ല എന്നുള്ളതാണ് ഇവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിനായിട്ട് ഹോപ്പ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയല്ല, അവർ മറ്റൊരു തരത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് നിങ്ങളുടേതാണ് എന്ന് വിചാരിച്ചിട്ട് അത് ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അല്ല, എൻ്റെ പേഴ്സൺ ഇങ്ങനെയല്ല, അത് വരില്ല എന്നുള്ളതല്ല. ഒരിക്കലും നമ്മളങ്ങനെ വരില്ല എന്ന് പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു റീയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ വരില്ല, അല്ലെങ്കിൽ എനിക്കതിൽ പ്രതീക്ഷയില്ല, ഇത് പറയരുത്. അത് 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായി തീരും. അപ്പോൾ അത് അങ്ങനെ നമ്മൾ പറഞ്ഞ് തഥാസ്തു എന്ന് പറയുന്നത് പോലെ അങ്ങനെ ആക്കിയെടുക്കരുത്. ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് വാട്ട് എവർ ഇറ്റ് ഈസ് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയരുത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവർ തെറ്റ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത ഒരു റീഡിങ്ങിൻ്റെ ഓൾമോസ്റ്റ് അതുപോലെയുള്ള ഒരു എനർജി വന്നിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നമുക്ക് സെക്കൻഡ് റോയിൽ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഈസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അത്രത്തോളം സ്നേഹം ഇവരുടെ മനസ്സിൽ നിങ്ങളോടുണ്ട്. ഈ ഒരു സമയം നിങ്ങളെ അത്രത്തോളം അവർ സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റാരുമില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു ആ ഒരു ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ പാസ്റ്റിൽ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു ഫ്രഷ് സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് പറയാറുണ്ട്, നമ്മൾ നൈറ്റ്സിൽ തന്നെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള, ലോയൽ ആയിട്ടുള്ള, വളരെ കെയർഫുള്ളി ഓരോ സ്റ്റെപ്പും വെക്കുന്ന ഒരു എനർജി തന്നെയാണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അവർ കെയർഫുള്ളി പ്ലാൻ ചെയ്ത് പോരുക എന്ന് പറയുന്ന രീതിയിലാണ് അവരുടെ ഒരു എനർജി. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ആ ഒരു ടെമ്പറൻസ് കാർഡ് വന്നിരിക്കുകയാണ്. അപ്പോൾ ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ് കാർഡാണ്, ഒരു ഇക്വിലിബ്രിയം കാർഡാണ്. അപ്പോൾ പല കാര്യങ്ങളും അവർക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ സാധിക്കാത്തത്. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഇത്രയും ആഗ്രഹിച്ചിട്ടും അവർക്ക് വരാൻ സാധിക്കാത്തത്, എന്തുകൊണ്ട് ഇവരെന്നിട്ട് വേഗം എന്നിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇവർക്ക് ചില കാര്യങ്ങൾ ആ ഒരു ബാലൻസിങ്ങിൽ വേണം അവർക്ക് അവരുടെ ലൈഫ് കൊണ്ടുപോകാൻ. അപ്പോൾ അവരെന്തെങ്കിലും എടുത്തു ചാടി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നും കൂടി പഴയതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ടൈം എടുക്കുന്നത്. അതുപോലെ ഇവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു സ്റ്റാർ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ആ ഒരു രീതിയിലാണ് നിങ്ങളെ ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു ഹീലിംഗ് കാർഡും കൂടിയാണ്. ആ ഒരു പഴയ മുറിവുകൾ നിങ്ങൾ 2 പേർക്കും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഹീൽ ചെയ്ത് പോവേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, വിശ്വാസക്കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഹീലാവേണ്ടുന്ന ഒരു സമയവും കൂടിയാണിത്.
ആ ഒരു ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു കറ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കി പോകേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ തന്നെ ആവും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് നടക്കുന്നത്. അവർക്ക് അത്രത്തോളം ഒരു ഹോപ്പുണ്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതാണ്. അവരുടെ ഒരു സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ പ്ലാൻ ചെയ്ത് നിങ്ങളിലേക്ക് എത്താനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർക്ക് ചില തടസ്സങ്ങളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അവർക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും എടുത്തു ചാടി ഒരു നഷ്ടം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ കുറച്ച് നിങ്ങളോട് ടൈം ചോദിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ എടുത്ത ആ ഒരു ഒറാക്കിളിൽ പറയുന്ന പോലെ അവർ വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ ടൈം വരട്ടെ, നമുക്കതിൽ ഒന്നിക്കാം. അതുപോലെ തന്നെ ആ ഒരു 4 of Wands എനർജി പോലെ തന്നെ ആ ഒരു എന്താ പറയുക, റീയൂണിയൻ, ആ ഒരു ഡിവൈൻ റീയൂണിയന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇനി വന്നു കഴിഞ്ഞാലും ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആഗ്രഹം. അപ്പോൾ ഇവിടെ ഈ ഒരു സമയം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരു സ്പേസ് കൊടുക്കണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ടൈം ലിമിറ്റ് അവർക്ക് ആവശ്യമുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾ ഇവരെ വിശ്വാസമില്ല, അല്ലെങ്കിൽ ഇവർ നിങ്ങളെ ചിലപ്പോൾ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും റീസൺ പറഞ്ഞിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയതായിരിക്കാം. ഇനിയിപ്പോൾ ഒന്നും പറയാതെ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് നിന്ന് പോയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോയിട്ടുള്ളതായിട്ടാണ് നമുക്കിവിടെ കൂടുതലായിട്ടും ഒരു സാധ്യത പറയാൻ സാധിക്കുന്നത്. ഇവിടെ കൂടുതലും ആ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നിട്ടാണ് ഈ ഒരു വ്യക്തി പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവർ ഇതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഒന്നും തരാതെയാണ് പോയിട്ടുള്ളതെന്ന് പറയാനുള്ള കാര്യം ഇവരുടെ ആ ഒരു ടെൻഷൻ കൊണ്ടാണ്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ ഇവരുടെ പ്ലാനും കഴിഞ്ഞ് വരുന്നൊരു സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തില്ലെങ്കിലോ എന്ന് ഈ ഒരു വ്യക്തി ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ചോദ്യങ്ങൾക്കുള്ളൊരു ക്ലാരിഫിക്കേഷൻ എല്ലാം ഇവർ തന്നിരുന്നെങ്കിലും നിങ്ങൾ കാത്തിരിക്കുമായിരുന്നു എന്നുള്ളത് ഇവർക്കറിയാം. അപ്പോൾ ഒന്നും പറയാതെ പോയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതൊരു തീർന്നു, അല്ലെങ്കിൽ ഇതിന് ഇനിയൊരു ബിഗിനിങ് ഇല്ല എന്ന് നിങ്ങൾ കരുതുമോ എന്നുള്ളൊരു ഭയമാണ് ഇവർക്കുള്ളത്. ഒരു പക്ഷേ ഇവരുടെ പ്ലാനിങ്സ് ഒന്നും നിങ്ങൾ അറിയിക്കാനും സാധിക്കുന്നുണ്ടാവില്ല. ആ തരത്തിലായിരിക്കാം അവരുടെ ഇപ്പോഴുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ആ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണോ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിരിക്കുന്ന, നിങ്ങളുടെ പേഴ്സൺ ഒന്നും പറയാതെ എന്ത് പറ്റി ഒരു റിലേഷൻഷിപ്പിന് എന്ന് ഒരു ക്ലാരിറ്റി തരാതെയാണോ പോയിരിക്കുന്നതെന്ന് അങ്ങനെയുള്ളവർ കമൻസിലൂടെ നമ്മൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം ലോങ് ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ തോന്നിയിട്ടുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടെലിപ്പതിക് കണക്ഷൻ തോന്നിയിട്ടുണ്ടോ, അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു പേഴ്സണ് ഒരു വിഷമം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും ഈ ഒരു വ്യക്തി ഇപ്പോൾ എന്താണ് ഏതാണെന്നുള്ളതൊന്നും അറിയുന്നുണ്ടാവില്ല. എന്നാൽ പോലും ചില സമയങ്ങളിൽ ഇവരെ ഓർത്തിട്ട് മനസ്സിനൊരു വിഷമം, ഒരു ഭാരം വരാറുണ്ടോ? എപ്പോഴും അല്ല, എപ്പോഴും വരുന്നത് നമ്മളുടെ തന്നെ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടാണ്. പക്ഷേ അവിചാരിതമായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന്, അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുന്നു, നമ്മളിപ്പോൾ ജസ്റ്റ് TV കണ്ടൊന്നും ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇവരുടെ ഒരു ഓർമ്മ വരുന്നു, ഒരു ഭയങ്കര ഒരു ഇന്നർ സ്ട്രഗിൾ വരുന്നു, പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു ഫീലിംഗ്, അവർക്ക് എന്തോ പറ്റിയതുപോലെയൊക്കെ ആ ഒരു ഫീലിംഗ് ആണ് പറയുന്നത്. അല്ലാണ്ട് ഓൾവേസ് 24 hours വിഷമിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജീസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളത്. അവർക്ക് നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് വേണം. ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകരുതെന്നുള്ളതും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു ഡിവൈൻ ടൈമിൽ അവർ വന്നോളാം എന്നുള്ളതാണ് അവിടെ അവർക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിതുപോലെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ആ ഒരു നിങ്ങളുടെ റീയൂണിയന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു എനർജി തന്നെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റേതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജീസ് ആണെങ്കിൽ അത് ക്ലെയിം ചെയ്യുക. നിങ്ങളിലേക്ക് എപ്പോഴും പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ നിർത്തുകയാണ്. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.